ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുദേവ ജഗൽ സർവം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മാണിക്യവീണാം മുപലാളയന്തീം മദാലസം മഞ്ഞുളവാഗ്വിലാസാം മാഹേന്ദ്രതീരത്തിഥി കോമളാം മാതംഗകന്യാം മനസാ സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ അങ്കുശപുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേ മാതാ 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 മർദകസ്യ മാതംഗീ മദശാരി കടാക്ഷയ കല്യാണി കദംബവന വാസിനി. VP കണ്ണൻ പാട്ടാളി ഓർമ്മയായിട്ട് 15 വർഷം തികയുന്നു. അപ്പു കുഞ്ഞാതി ദമ്പതികളുടെ മകനായി പയ്യന്നൂരിനടുത്ത് കുറ്റൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. കഥകളിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു നാട്യരത്നം കണ്ണൻ പാട്ടാളി ആശാൻ. ചുവന്ന താടി വേഷത്തിൽ അരങ്ങേറ്റം കുറിച്ച നടൻ എന്ന ചരിത്രവും ആശാന്റെ പേരിലുണ്ട്. 1988 കേരള സംഗീത നാടക അക്കാദമി അവാർഡും 2002 കേരള കലാമണ്ഡലം അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. 2008 ഡിസംബർ 10 കണ്ണൻ പാട്ടാളി നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇതിഹാസ തുല്യമായ ഒരു ജീവിതമായിരുന്നു പാട്ടാളിയുടേത്. ടി കുഞ്ഞിരാമൻ നായർ എങ്ങനെയാണോ കാവ്യരംഗത്ത് ഈ ജന്മപ്രദേശത്ത് നിന്ന് വിട്ടുപോയി കേരളത്തിൽ എമ്പാടും സഞ്ചരിച്ചത്, അതുപോലെ ഒരു ജീവിതമായിരുന്നു കണ്ണൻ പാട്ടാളിയുടേത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും യുവത്വത്തിലുമൊക്കെ കണ്ണൻ പാട്ടാളിയെ ഞങ്ങൾ കണ്ടിരുന്നേയില്ല. അയാൾ കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ച, ജീവിതം നയിച്ച ആ മനുഷ്യൻ്റെ സ്മരണ ഈ നാട് മുഴുവൻ നിലനിർത്താൻ വേണ്ടി എല്ലാ വർഷവും പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കളരി അഭ്യാസം കഴിഞ്ഞ് കഥകളി ഈ പഠനത്തിനായിട്ട് കലോദയ കളരി സംഘത്തിൽ 1956 ചേരുകയും ആ വർഷം തന്നെ ആശാൻ ഉഴിച്ചലുമായി ബന്ധപ്പെട്ടിട്ട്, കണ്ണൻ പാട്ടാളി ആശാൻ ഉഴിച്ചലുമായി ബന്ധപ്പെട്ടിട്ടാണ് ആശാൻ ഞങ്ങളുടെ കളരിയിൽ വരുന്നത്. അന്നാണ് ആശാനെ ആദ്യമായി കാണുന്നത്. അന്ന് ആശാനെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടായില്ല. ഉഴിച്ചൽ കഴിഞ്ഞ് ഗുരുനാഥൻ പോയി. അവിടെ നിന്നൊരു 2 വർഷം കഴിഞ്ഞ് കഥകളി പഠനത്തിൻ്റെ അവസാന കാലം ചൊല്ലിയാട്ടം, വേഷത്തെ ചിട്ടപ്പെടുത്തുന്ന ചൊല്ലിയാട്ടം തുടങ്ങിയ ആ കാലഘട്ടത്തിലാണ് വീണ്ടും ആശാൻ കളരിയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആശാൻ വരും, ചൊല്ലിയാടും, ഞങ്ങൾക്ക് ചൊല്ലിയാട്ടം കാണിച്ചു തരും. ചിലപ്പോൾ ആശാൻ്റെ പുറകിൽ നിന്ന് ഞാൻ ചൊല്ലിയാടും. അങ്ങനെ ഒരു കൊല്ലത്തോളം തുടർച്ചയായ പഠനവും. അത് കഴിഞ്ഞ് കളിയോഗത്തിൻ്റെ അരങ്ങേറ്റ ദിവസം ആശാൻ കെട്ടുന്ന വേഷമാണ് ഞാൻ അരങ്ങേറ്റത്തിൽ കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആശാൻ എനിക്ക് വേണ്ടുന്നതായ എല്ലാ ഇതും തേച്ച് തന്ന് വേഷം കെട്ടിച്ച് എൻ്റെ കയ്യും പിടിച്ച് അരങ്ങിലേക്ക് കൊണ്ടുപോയി തെരനോക്കിന് ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളെല്ലാം ആശാൻ പറഞ്ഞു തരികയും അതിനുശേഷം അരങ്ങിലേക്ക് വിട്ട് ആശാൻ പോവുകയും ചെയ്തു. അച്ഛൻ എന്നുള്ള നിലയിൽ പഴയ ഓർമ്മ, വളരെ പഴയ ഓർമ്മ, കഥകളി പരിപാടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ സ്റ്റീൽ പാത്രം, അതുപോലെ കസവ് മുണ്ട്, ഇതൊക്കെയായിട്ട് വരുന്ന ഒരു അച്ഛനെയാണ് ഏറ്റവും പഴയ ഓർമ്മയിലുള്ളത്.
കൃഷിയാണ് പ്രധാന വരുമാനം. അമ്മയും വീട്ടുകാരെല്ലാവരും കണ്ടത്തിലുള്ള സമയത്ത് കഥകളി കഴിഞ്ഞ് പുലർച്ചെ വീട്ടിലേക്ക് വരുന്ന അച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്. സ്നേഹമാണ് എല്ലാവരോടും, അതാണ് ഏറ്റവും പ്രധാനം. അത് മക്കളോട് മാത്രമല്ല, പ്രകൃതിയോടും അയൽവാസികളോടും സമൂഹത്തോടും മൊത്തം സ്നേഹമാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരെയും കുഞ്ഞിന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. കഥകളിയിലെ കൂടെയുള്ള ആൾക്കാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണമ്പാട്ടാളി ആശാൻ നമ്മളെ നാട്ടിലെ കഥകളി രംഗത്ത് വലിയ പേരും പെരുമയും സിദ്ധിച്ച ഒരാളാണ്. അദ്ദേഹം ഈ മലബാറിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരു കഥകളി ആശാനുണ്ട് എന്ന് തന്നെ നമ്മളെ നാട്ടിലെ ആളുകൾക്ക് മുമ്പേ അറിയില്ലായിരുന്നു. അദ്ദേഹം പയ്യന്നൂരിൻ്റെ കിഴക്കുന്നാണ് ഇവിടെ വന്ന് കഥകളി അവതരിപ്പിക്കാനും അതുപോലെ കഥകളി അഭ്യസിക്കാനും നമ്മുടെ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് വലിയ പ്രയത്നം നടത്തിയ ഒരാളായിരുന്നു ആശാൻ. പീഡനമാണ്. 3 മണിക്ക് എഴുന്നേൽക്കണം. 3 മണിക്ക് എഴുന്നേറ്റിട്ട് കച്ചിയും മെഴുക്കും കെട്ടി ചവിട്ടിത്തിരുമ്പലാണ്. അത് നമ്മൾ സാധാരണ ചവിട്ടിത്തിരുമ്പൽ ഇങ്ങനെ കിടന്നിട്ട് സുഖചികിത്സയല്ല. കഥകളിക്ക് ആവശ്യമുള്ള മെയ്വഴക്കങ്ങളും അമർന്ന് നിൽക്കാനുള്ള പല ഇതും വേണമല്ലോ കഥകളിയിൽ. അപ്പം അതിൻ്റേതായിട്ടുള്ള ചവിട്ടിത്തടലാണ്. തവള കിടക്കുന്ന മാതിരി കിടത്തിയിട്ട് ഈ ഭാഗം ഇങ്ങനെ കൈകുത്തിയിട്ടാണ് കിടക്കുക. അങ്ങനെ അവിടുന്ന് ആ പഠനം, ദുസ്സഹമായ പഠനം, അത് കഴിഞ്ഞിട്ട് കഥകളിയുടെ ക്ലാസ്. ആ ക്ലാസ്സിനാണെങ്കിലും ഇതൊന്നുമില്ല, പറഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ, തന്നത് പഠിച്ചിട്ടില്ലെങ്കിലാണ്. ഇത് പഠിക്കുമ്പോഴേ അടിയാണ്. കയ്യിലുള്ള മുട്ടികൾ കൊണ്ട് എവിടെയാ തല്ലുന്ന എവിടെയാ എറിയുന്നൊന്നും പറയാൻ കഴിയില്ല ഗുരുനാഥൻ. അപ്പം അതൊക്കെ ആശാൻ നമ്മളോടുള്ള വിവരിച്ച് തന്നിട്ടുണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു കണ്ണൻപാട്ടാളി ആശാൻ. ഞങ്ങളോട് ശിഷ്യന്മാരോട് ഒരു ലേശം പോലും ദേഷ്യത്തോടു കൂടി സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു കണ്ണൻപാട്ടാളി ആശാൻ. സ്വന്തം വീട്ടിലെ മക്കളെ പോലെ തന്നെയാണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ആശാൻ്റെ കൂടെ പോകുന്ന സമയത്ത് എൻ്റെ മക്കളാണ് ഇത് എന്ന തരത്തിലാണ് ആശാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ ആശാനെക്കുറിച്ച്. നല്ലൊരു കൃഷിക്കാരനായിരുന്നു, നല്ലൊരു രക്ഷിതാവായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കഥകളി നടൻ, ചുവന്ന താടിയുടെ നല്ലൊരു കഥകളി വേഷക്കാരനായിരുന്നു ആശാൻ. അതുകൂടാതെ തന്നെ ആശാൻ്റെ കീഴിൽ അഭ്യസനം നടത്തിയ ഞങ്ങൾക്ക് ഒരുപാട് വേദികളിൽ കഥകളി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. തച്ചങ്ങാട് സ്കൂളിൽ 1982-83 കാലഘട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരവസരത്തിൽ നമ്മുടെ കണ്ണേട്ടൻ, അന്ന് മുതിയക്കാലുള്ള കണ്ണേട്ടൻ്റെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്ലാസ്സുകളിലും വന്ന് കഥകളി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ വരണം എന്നതാണ് അതിലുള്ളൊരു മെസ്സേജ്. അപ്പം അന്ന് കഥകളി എന്താണെന്നോ കഥകളിയെക്കുറിച്ച് അറിയാത്തൊരു ഗ്രാമമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വടക്കൻ കേരളത്തിലെ ഈ കാസർഗോഡ് ജില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ അടിത്തറയിലേക്ക് ഞങ്ങൾ ചെന്നെത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഷിലേക്കാണ്. തച്ചങ്ങാട് സ്കൂൾ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകളിലുള്ള ഒരുപാട് ഇന്ന് നിലനിൽക്കുന്ന കലാകാരന്മാർക്ക് ഒരു വളക്കൂറ് നമ്മുടെ പ്രിയപ്പെട്ട പനിയാൽ മാഷാണ്. ആ മാഷ് ഞാൻ ഉൾപ്പെടെ പല ഇന്ന് നിലവിലുള്ള സന്തോഷ് പനിയാൽ അടക്കമുള്ള പലരെയും നാടകം പോലുള്ള മേഖലകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന മാഷിൻ്റെ നിർദ്ദേശമായിരുന്നു ഈ കഥകളി പഠനം. അപ്പോൾ അന്ന് ഒരിക്കലും ഞങ്ങൾക്ക് ആശാനെക്കുറിച്ചുള്ള ഒരു പരിചയമോ കഥകളിയെക്കുറിച്ചൊരു പരിചയമില്ല. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് റൂമിലേക്ക് വിളിക്കുമ്പോൾ അവിടെ വെളുത്ത ജുബ്ബയും വെളുത്ത മുണ്ടും ഒരു വളഞ്ഞ കാലുള്ള കൊടയും പിടിച്ച് നെറ്റിയിൽ ചന്ദനക്കുറിയും ചുവന്ന പൊട്ടും തൊട്ടിച്ച് തീക്ഷ്ണമായ കണ്ണുകളും ചുണ്ടുകളിൽ പുഞ്ചിരിയുമായിട്ടുള്ള ആശാനെയാണ് ആദ്യത്തെ ഒരു ദർശനത്തിൽ എനിക്ക് കാണാൻ പറ്റിയത്.
പാലക്കുന്നിൽ വെച്ച് ഒരു കഥകളി ശില്പശാലയുണ്ടായിരുന്നു. അത് കേന്ദ്ര സംഗീത നാടക അക്കാദമി, കലാമണ്ഡലം ഇങ്ങനെയൊക്കെ ചേർന്ന് 3 ദിവസത്തെ ശില്പശാലയായിരുന്നു. ആ ശില്പശാലയിൽ 3-ാം ദിവസം ബാലി വിജയം കഥകളി ഉണ്ടായിരുന്നു. ആശാൻ കുറച്ച് അവശനായി നിൽക്കുന്ന സമയമായിരുന്നു അത്. എൻ്റെ ബാലിയും സദനം ബാലകൃഷ്ണൻ്റെ രാവണനും ആശാൻ്റെ നാരദനുമായിരുന്നു. ആശാൻ അവശനോടുകൂടിയിട്ട് വന്ന് ഇങ്ങനെ എല്ലാവരും എൻ്റെ മനസ്സിൽ ആശാൻ കെട്ടേണ്ടയായിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. ഈ അവശതയോടുകൂടി നാരദന് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താവും എന്നുള്ളൊരാകാംക്ഷ എന്നിലുണ്ടായിരുന്നു. കണ്ണൻ പാട്ടാളിയോടുള്ള ആദരവിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന് നാട്യരത്നം എന്ന ബഹുമതി നൽകുകയുണ്ടായി. വലിയ ഒരു ജനസഞ്ചയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളി അവതരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തികളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെയായി നടന്ന വലിയ പരിപാടികളാണ് നാട്യരത്നം എന്ന ബഹുമതി നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൻ പാട്ടാളി കഥകളി രംഗത്തെ അതുല്യനായ ഒരു മനുഷ്യനായിരുന്നു. ഒന്ന് ചുവന്ന താടി വേഷത്തിൽ പാട്ടാളിയെ വെല്ലാൻ പറ്റുന്ന ഒരു നടൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു കഥകളി ആസ്വാദകൻ എന്നുള്ള നിലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കഥകളിയോട് അതിയായ അഭിനിവേശം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കഥകളിയോടുള്ള അഭിനിവേശം ഉണ്ടാകുന്നത് കഥകളിയുടെ ആഹാര്യം എന്നെ വളരെ ആകർഷിച്ചത് കൊണ്ട് തന്നെയാണ്. ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നീടാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും നന്നായി മനസ്സിൽ പതിഞ്ഞത് കണ്ണൻ പാട്ടാളി ആശാൻ്റെ ചുവന്നതാടി തന്നെയാണ്. അതാണ് എല്ലാ ആളുകളെയും, ആസ്വാദകരല്ലാത്തവരെ പോലും ആകർഷിക്കുന്ന വിധത്തിലുള്ള ആ ആഹാര്യ ശോഭ. പ്രത്യേകിച്ച് കണ്ണൻ പാട്ടാളി ആശാൻ അത് കെട്ടി നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഗാംഭീര്യം. കഥകളിയിൽ ചുവന്നതാടി വേഷക്കാർക്ക് പ്രധാനമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ: നോക്ക്, ഊക്ക്, അതുപോലെ മറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വളരെ ശരിക്കും ഞാൻ ആസ്വദിച്ചതാണ്. അലർച്ചയും പകർച്ചയുമാണ് മറ്റ് 2 കാര്യങ്ങൾ. ഇതെല്ലാം ഒത്തിണങ്ങിയ, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കുത്തന്നൂർ പണിക്കന്മാരാണ് അതിൽ പ്രഗത്ഭന്മാർ. അതുപോലെ ഞങ്ങളെ സമപ്രായക്കാരായ ഒരുപാട് ആളുകളെ ഈ കഥകളി വേഷം, പ്രത്യേകിച്ച് കണ്ണൻ പാട്ടാളി ആശാൻ്റെ ചോന്നാടി വേഷം, അത് തന്നെയാണ് മെയിനായിട്ട്. മറ്റ് വേഷങ്ങൾ കണ്ടത് അപൂർവം മാത്രമാണ്. ചോന്നാടി വേഷം എവിടെ ആയാലും അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ ഒരു ആട്ട ഭംഗിയൊക്കെ വളരെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ക്രമേണ ഞങ്ങളുടെ കഥകളി പഠനം എന്നതാണ് കഥകളി, അതിങ്ങനെ പഠിക്കണം, അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന മാഷിൻ്റെ ഒരു നിർദ്ദേശത്തിൽ സ്കൂളിൽ വെച്ചായിരുന്നു പഠനം. ഞങ്ങൾ കുറച്ച് കുട്ടികൾ, അതിൽ സന്തോഷ് പനിയൽ, ഗോവിന്ദൻ, എൻ്റെ മൺമറിഞ്ഞു പോയ അനിയൻ വിനോദ്, അതുപോലെ തന്നെ നമ്മുടെ DYSP ഡോക്ടർ ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ രാമകൃഷ്ണൻ, അവരുടെ കസിനായ രാമകൃഷ്ണൻ, ദിനേശൻ, ഇങ്ങനെ കുറച്ച് കുട്ടികളാണ് ഇത് പഠിക്കാനുണ്ടായത്. ആദ്യം വീണ് കിട്ടുന്ന സമയങ്ങളിൽ സ്കൂളിലായിരുന്നു ക്ലാസ്. തുടർന്ന് മൂകാംബിക കഥകളി വിദ്യാലയം എന്നുള്ളൊരു കഥകളി പഠന കേന്ദ്രം വീടിനോട് ചേർന്ന്, അരവത്ത് സ്വന്തം വീടിനോട് ചേർന്ന് ഉണ്ടാക്കി. അതിലൂടെ കുറേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. PVK പനയാൽ മാഷും തച്ചങ്ങാട് കേന്ദ്രീകരിച്ച്, അരവത്ത് കേന്ദ്രീകരിച്ചുള്ള ശേഖരേട്ടൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാർ അന്ന് അച്ഛൻ്റെ കൂടെ നിന്ന് അങ്ങനെ ഒരു കഥകളി വിദ്യാലയം ആരംഭിച്ചു. അതിലെ ആദ്യത്തെ വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും. ആശാനെ വേഷം കെട്ടി അല്ലാതെ ധാരാളം കണ്ടിട്ടുണ്ട്. വളരെ സൗമ്യനായ ഒരു ലളിത വേഷധാരിയായ ഒരു ഖദർ ജുബയും ഒരു വലിയ കൊടയുമായിട്ട് കുതിരക്കോടും അതുപോലെ തെക്കണ്ണാടും പാലക്കുന്നൊക്കെ ഭാഗത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എല്ലാവരോടും, ഞങ്ങൾ ചെറുപ്പക്കാരോട് പോലും വളരെ സൗമ്യമായി വളരെ വിനയത്തോടെ പെരുമാറുന്ന ആ ഗംഭീരമായ മര്യാദയൊക്കെ ഈ വേഷം കെട്ടി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രയും
ശൗര്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വേഷത്തെ ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ളത്. കഥകളി ആസ്വാദകർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പയ്യന്നൂർ കഥകളി സംഘം, അദ്ദേഹം പ്രസിദ്ധന്മാരായ 3 ആശാന്മാരുടെ കീഴിലാണ് അഭ്യസിച്ചത്. അമ്പുപണിക്കർ, ചന്തുപ്പണിക്കർ, ചിണ്ടപ്പണിക്കർ. ആ പ്രഗത്ഭന്മാരുടെ കീഴിൽ ഈ 3 കണ്ണന്മാർ, ഒന്ന് കണ്ണൻ പാട്ടാളി, ഒന്ന് കാനാ കണ്ണൻ നായർ, ഒന്ന് സ്വാമി കണ്ണൻ മാരാർ, ഈ 3 പേര് 3 കണ്ണന്മാരാണ്. ഈ 3 പേരും ഈ കഥകളി ലോകത്ത് പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ കഥകളി സംഘത്തിലും വേഷക്കാരാവുകയും അതൊക്കെ ഞങ്ങളെ ആകർഷിക്കുകയും ക്രമേണ കഥകളിയോടുള്ള അഭിനിവേശം, കഥകളി പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല, ആ അഭിനിവേശം വളരുകയും നല്ലൊരു കഥകളി ആസ്വാദകനായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മനാട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരടുത്തുള്ള ഒരു കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. കുറ്റൂരിൽ വളരെ പ്രശസ്തമായ കുടുംബമാണ് വേങ്ങയിൽ തറവാട്ടുകാരുടെ. മലയാള ചെറുകഥയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ മലയാള ചെറുകഥയ്ക്ക് ജീവൻ നൽകിയ, തുടക്കം കുറിച്ച ഒരു മനുഷ്യൻ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഈ നാട്ടുകാരനായിരുന്നു. വാസനാ വികൃതി എന്ന് പറയുന്ന കഥയിലൂടെ മലയാളത്തിൻ്റെ കഥാസാഹിത്യത്തിന് തുടക്കം കുറിച്ച വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കുടുംബാംഗത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽപ്പെട്ട ഒരാളായിരുന്നു വേങ്ങയിൽ ചാത്തുക്കുട്ടി നായനാർ. വേങ്ങയിൽ ചാത്തുക്കുട്ടി നായനാർ അദ്ദേഹം കഥകളിയോട് എന്തെന്നില്ലാത്ത താല്പര്യം പ്രകടിപ്പിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ഒരു കഥകളി സംഘം തന്നെ, ഒരു കഥകളി വിദ്യാലയം തന്നെ നടത്തിയിരുന്നു. രാജരാജേശ്വരി കഥകളി യോഗം എന്നാണ് അതിൻ്റെ പേര്. കഥകളി കലാകാരൻ ആയി പ്രശസ്തനായി അതിന് മുന്നേയുള്ള അനുഭവം ചിലപ്പോൾ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നതായിരിക്കാം. പറഞ്ഞു കേട്ടത് കഥകളി പഠിക്കാൻ ആ കാലത്ത് പോയത് കുറ്റൂരിനടുത്തുള്ള വേങ്ങയിൽ ചാത്തുക്കുട്ടി നായനാരുടെ തറവാട്ടിലേക്ക് കഥകളി പഠിക്കാൻ ഇവരെ കൊണ്ടുചെന്നാക്കിയത്, അച്ഛനെ കൊണ്ടുവന്നാക്കിയത് അച്ഛൻ്റെ അച്ഛൻ ചാത്തുക്കുട്ടി നായനാരുടെ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു. ഒരു ജീവിത പ്രാരാബ്ധം കൊണ്ടായിരിക്കണം എന്നല്ല, അതാണ് അന്ന് മക്കളെയൊക്കെ കഥകളി പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടാക്കിയത്. അവിടെ നിന്നുള്ള വളർച്ച, കഥകളി അവിടെ പഠിക്കുന്നു, തുടർന്ന് ഉണ്ടായ അനുഭവങ്ങൾ, കേരള കലാമണ്ഡലത്തിൽ പോകുന്നതും അവിടെ വള്ളത്തോളിനെ കാണുന്നതും, ചെറിയന്തോര് പൈസ കിട്ടിയിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് സിനിമയിലേക്ക് ചേരാനുള്ള മോഹത്തിൽ കോയമ്പത്തൂരേക്ക് പോയ കഥകളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. കോയമ്പത്തൂർ പോവുകയും അവിടെ ഏതോ ഒരു അന്നത്തെ ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഏതോ ഒരു കൊലപാതക കേസിലെങ്ങാണ്ട് പെട്ട് അന്നത്തെ സിനിമക്കാരൊക്കെ ബുദ്ധിമുട്ടിലായ ഒരു സന്ദർഭമൊക്കെ ആയിരുന്നു. അങ്ങനെ അവരെ കാണാൻ പറ്റിയില്ല. അങ്ങനെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്ന് ശാരീരികമായി വിഷമിച്ച് ഒരു കടയുടെ തിണ്ണയിലിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഗൗണ്ടർ വന്ന് ആളെ കൂട്ടി, കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടുത്തെ അടുക്കളയിൽ ജോലിക്കാരുടെ സഹായിയായിട്ട് നിന്നതും, അങ്ങനെ കുറേ മാസങ്ങൾ ചായ കുടിക്കാൻ അവിടെ പറ്റില്ല, അവിടെ കാപ്പി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ദിവസം ചായ കുടിച്ചപ്പോൾ ചായ കുടിക്കാനായിട്ട് ചായ ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ കൗണ്ടറുടെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടാതെയും ആ ചായ എടുത്ത് മറിച്ച് കളഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മനോവിഷമവും, അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ട്. നാട്യരത്നം കണ്ണൻ പാട്ടാളി ആശാൻ എന്നെ സംബന്ധിച്ച് ഏകദേശം 54 വർഷം മുൻപ് ആണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അന്നെനിക്ക് ഒരു 14 വയസ്സ്. ഞാൻ പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ട് പഠനം തുടങ്ങി 2ാമത്തെ വർഷം, അരങ്ങേറ്റം കഴിഞ്ഞ് 2ാമത്തെ വർഷം ഏകദേശം ഒരു മാസക്കാലം അന്നത്തെ കഥകളി ആചാര്യന്മാരിൽ പ്രസിദ്ധനായിരുന്ന ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാശാൻ്റെ കൂടെ ഒരു മാസം സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം, പ്രത്യേകിച്ചും കടത്തനാടൻ ഭാഗങ്ങളിൽ. അന്ന് അതിലുള്ള മറ്റൊരു പ്രധാന വേഷക്കാരനായിട്ടാണ് ഞാൻ
കണ്ണൻ പാട്ടാളി ആശാനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെല്ലാം പറഞ്ഞു കൊടുക്കണം, അവർ നേരെയാകണമെങ്കിൽ അവർക്ക് എന്തെല്ലാം ഉപദേശം നൽകണം, അത്തരത്തിൽ കൃത്യമായ ഒരു ഉപദേശം കിട്ടിയ, അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. ആ ഓർമ്മകൾ, അന്ന് അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് ഒന്നും അറിയാത്തൊരു കാലമാണ് എൻ്റെ ചെറിയ കുട്ടിക്കാലം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഒരു വടക്കേ മലബാറുകാരനാണെന്നും കഥകളി വിഷയത്തിൽ വളരെ നല്ല പ്രവർത്തനം, നിരവധി ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു ഉന്നതനായ കലാകാരനും അതോടൊപ്പം തന്നെ നല്ലൊരു ഗുരുനാഥനും ആയിരുന്നു എന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തികച്ചും ഒരു കർമ്മയോഗിയാണ്. നിസ്വാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ കലാസേവനം. ഒന്നും പ്രതിഫലിക്കാതെ ഒരു കഥകളി സ്ഥാപനം സ്വന്തമായി നടത്തിയ ആചാര്യന്മാർ വളരെ വളരെ ദുർലഭമാണ്. അതിൽ എടുത്തു പറയാവുന്ന വ്യക്തിയാണ് സാക്ഷാൽ നാട്ടുരത്നം കണ്ണൻ പാട്ടാളി ആശാൻ. ഒരു തികഞ്ഞ മൂകാംബിക ഭക്തനായ അദ്ദേഹം തൻ്റെ സ്ഥാപനത്തിന് ശ്രീ മൂകാംബിക കഥകളി വിദ്യാലയം എന്നാണ് പേര് നൽകിയത്. പിന്നെ ഞാനുമായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ 1968 ജൂൺ മാസം ആണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ ഞാൻ വിദ്യാർത്ഥിയായി ചേർന്നിട്ട് അദ്ദേഹം നാട്യാചാര്യൻ തേക്കിൻകാട്ട് രാമനായർ ആശാൻ്റെ സഹാധ്യാപകനായി ഇവിടെ ചേർന്നു. അദ്ദേഹം കളരിയുടെ മറ്റ് ചൊല്ലിയാട്ടത്തിലോ അല്ലെങ്കിൽ കഥകളി അഭ്യസനത്തിലോ അധികം ഇടപെട്ടിട്ടില്ല. ഒഴിച്ചൽ, അതായത് നമ്മൾ പറയുമ്പോൾ ചവിട്ടി ഒഴിച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിൻ്റെ കഥകളി വേഷം, അതിൽ പലതരത്തിലുള്ള വേഷങ്ങളും അദ്ദേഹം കെട്ടുമായിരുന്നു. അദ്ദേഹത്തിന് ഹനുമാൻ വേഷമാണ് ഏറ്റവും വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രധാനപ്പെട്ട വേഷമായി മാറിയത്. ഹനുമാൻ്റെ വേഷം ആശാൻ്റെ കലാരംഗത്ത് ഏറ്റവും വലിയ പേരും പെരുമയുണ്ടാക്കിയ ഒരു വേഷമായിരുന്നു. അത് നശിച്ചുപോകാതെ തുടർന്ന് സംരക്ഷിക്കണം എന്ന പേരിലായിരുന്നു അദ്ദേഹം മരവത്ത് വെച്ച് മൂകാംബിക കലാക്ഷേത്രം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് കലയ്ക്ക് രൂപം നൽകിയത്. പിന്നെ ആശാൻ്റെ വേഷത്തിൽ ഈ കംസവധത്തിൽ ആശാൻ്റെ ആനക്കാരന്, കംസൻ്റെ ആനേൻ്റെ പാപ്പാനാന്ന് പറയും. അത് സാധാരണഗതിയിൽ കുറച്ച് മദ്യപിക്കുന്ന പാപ്പാന്മാരാണ്. ഇന്നത്തെ കാലത്തും ഈ ആനേൻ്റെ പാപ്പാന്മാർ മദ്യപിക്കും. അപ്പം അന്ന് ആശാൻ്റെ അതൊന്ന് കാണേണ്ടതാണ്. കാരണം വേഷം കെട്ടിയിട്ട് അങ്ങനെ വരുമ്പം തന്നെ ആ ആനയോടുള്ള ഇവിടെ ആനേനെ വരുത്താനുള്ള കഴിവ്, അതിന് ആശാന് ഒരു പ്രചോദനം കിട്ടിയത് എന്താ പറഞ്ഞാൽ, കാനായി ഈ വേങ്ങിയിൽ നായനാറെ കഥകളി സംഘത്തിലാണല്ലോ ആശാൻ കയറി. കാരണം കാനായി കുറ്റൂരിന്ന് കാനായി വെച്ചിട്ട് രാജരാജേശ്വര കഥകളി യോഗത്തിൽ ചേർന്നിട്ടാണ് ആശാൻ പഠിക്കേണ്ടായത്. അപ്പോൾ അവർക്കൊക്കെ അന്ന് കാലത്ത് ഒരുപാട് ആനകളുണ്ടായി. അപ്പോൾ ഇവർ കളരി കഴിഞ്ഞാൽ കുട്ടികളല്ലേ, ആനേൻ്റെ അടുത്തൊക്കെ പോയി ഈ ആനയായിട്ടുള്ള ഈ പാപ്പാന്മാരുടെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാവാം മൂപ്പർ ഈ കംസവധത്തിലെ ആനപ്പാപ്പാനായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തന്മയത്വത്തിൽ കഥകളി പഠിച്ചിട്ടതല്ല, ഇതും കൂടെ രണ്ടും കൂടെ, ഈ പഠിച്ചതും ഇതും കൂടെ രണ്ടും കൂടെ യോജിച്ചിട്ട് ആണ് ആശാൻ അവതരിപ്പിക്കുക. ഞാൻ ഒരുപാട് കംസവധത്തിലെ ആശാൻ്റെ ഈ ആനപ്പാപ്പാനെ കണ്ടിട്ടുണ്ട്. അത് വളരെ ജനങ്ങളെ ഒന്ന് ഇളക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ ആനയോടുള്ള ആന എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരാളെ കുത്താനാ കൊണ്ടുവരുന്നത്. അതായത് ആരെയാണ്, കൃഷ്ണനെ കുത്താനാണ് ഈ ആനേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഈ ആനക്കൊരു ചഞ്ചലിപ്പുണ്ടാവുമല്ലേ ഉള്ളിലെങ്കിലും. അപ്പോൾ ഇതിനെ കുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആനേനെ ചണൂരമല്ലന്മാർ അടക്കം വന്നിട്ട് അവരെല്ലാം തെറിപ്പിച്ചതിന് ശേഷം പിന്നെ ഈ ആനേൻ്റെ പ്രയോഗം. അങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങൾ. ഞാനൊരു കഥകളി ആസ്വാദകനാണ്. അതിന് കാരണക്കാരൻ കണ്ണൻ പാട്ടാളി തന്നെയാണ്. എൻ്റെ അച്ഛനും കണ്ണൻ പാട്ടാളിയുമായിട്ട് സുഹൃത്തുക്കളാണ്.
ഞങ്ങളപ്പുറം ഇപ്പുറം മുണ്ടും വിശേഷത്തിനപ്പുറം അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോയി അടുത്തടുത്താണ് വീട്. അങ്ങനെ ഇരിക്കെ എൻ്റെ അനുജന് ഒരു നടന്നു പോകുന്ന സമയത്ത് വീണിട്ടൊരു കൈ പൊളിഞ്ഞു. അന്നൊന്നും പിന്നെ ഈ ആയുർവേദ ഇംഗ്ലീഷ് ചികിത്സയൊന്നുമില്ല. ഈ മുള വെച്ച് കെട്ടിയിട്ട് അങ്ങനത്തെ ചികിത്സയായിരുന്നു അന്നുള്ളത്. അങ്ങനെ കണ്ണേട്ടൻ കുറേ ദിവസം വരും, കെട്ടഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തടവി നേരെയാക്കലുണ്ട്. അതോടൊപ്പം എല്ലാ ദിവസവും വരുമ്പോൾ കഥകളിനെ പറ്റി അച്ഛനെല്ലാം ചോദിക്കും. എവിടുന്ന് പഠിച്ചു, എവിടെ പഠിച്ചു എന്നെല്ലാം ചോദിക്കുമ്പോൾ കണ്ണേട്ടനെല്ലാം പറയും. പഠിച്ച സ്ഥലം കുറ്റൂർ വേങ്ങ, ചന്തുപ്പണിക്കരാണ് ആശാൻ, ഇതൊക്കെ പറയും. കഥകളീനെ പറ്റിയിട്ടുള്ളതും കഥകളി എവിടെ പോകുമ്പോൾ ഇന്ന ദിക്കിൽ കഥകളി ഉണ്ട് എന്ന് പറയും. അച്ഛൻ ആ കഥ ഒരു അടുത്തടുത്തുള്ള നടന്നു പോകുന്നതല്ല, അന്ന് ബസ്സും വണ്ടിയൊന്നുമില്ല, നടന്നു പോകുന്ന ദിക്കിലെല്ലാം നടന്നു പോകും. അപ്പോൾ ഇവർ തമ്മിൽ പറയുന്നത് ഞാനും എല്ലാം കേൾക്കും, കഥകളീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തച്ചങ്ങാട് സ്കൂൾ, ഇപ്പോൾ ഈ ഹൈസ്കൂളാണ്, ഈ ഹൈസ്കൂളായിട്ടില്ലാന്ന് തോന്നുന്നു. അന്നൊരു വാർഷിക ഉത്സവത്തിന് ദുര്യോധനപദം കഥകളി ഉണ്ടായിരുന്നു. അതിൽ കണ്ണേട്ടൻ്റെ ആയിരുന്നു ദുശ്വാസനൻ. ആ കഥകളി വെളിവരുന്നവരെ പറശ്ശിനിക്കട സെറ്റിലായിരുന്നു അന്നൂർ. പിന്നീട് തച്ചങ്ങാട് ഇപ്പോൾ വചനം വന്നിരൂല അരയാലിൻ്റെ അടിക്ക് ഒരു 2-3 കളി നീരീശ്വരൻ തമ്പുരാൻ്റെ അവരെ സെറ്റിലെ കളി അത് കണ്ടു. പിന്നെ അരവത്തില്ലത്താണ് അധികവും കഥകളി ഞാൻ കണ്ടത്. പാഠാളി കണ്ണാട്ടനെ ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുന്നതും ഒരു ഗുരുതുല്യനായിട്ട് കാണുന്നതും ഞങ്ങൾ കഥകളി അഭ്യാസം തുടങ്ങിയ സമയത്ത് ചൊല്ലിയാട്ട സമയത്ത് തന്നെ ഓരോ കഥകളും ചൊല്ലിയാടുമ്പോൾ തന്നെ കണ്ണൻ പാഠാളി എന്ന പാഠാളി കണ്ണാട്ടൻ ഞങ്ങളെ കലോദയ കഥകളി സംഘത്തിൽ എത്തുകയും ചൊല്ലിയാടുമ്പോൾ എൻ്റെ ആശാൻ്റെ കൂടെ ചില നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പാഠാളി കണ്ണാട്ടൻ ഉണ്ടായിരുന്നത്. ഇന്നും എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ് ആ ദുര്യോധന. ആ ദുര്യോധനൻ്റെ ആ വിനയം അപ്പോഴും ഒരു കള്ളത്തരം അദ്ദേഹത്തിൻ്റെ ആ വിനയത്തിൽ നമുക്ക് തോന്നും. അദ്ദേഹം ഇത് കരുതിയതാണോ അതോ അറിയില്ല. ശുദ്ധതയിൽ അല്ല ആ ത്രികർത്തിന് എന്ന് നമുക്ക് ഓരോ തവണയും തോന്നും. അതുപോലെ തന്നെ പിന്നത് ഗോഗ്രഹണം അത് കണ്ടവർക്കൊന്നും മറക്കാൻ സാധ്യമല്ല. അങ്ങനെ ഈ ത്രികർത്തനാണ് ഒന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും നിൽക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ദുശ്ശാസനം, ഈ 2 വേഷങ്ങളെ എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുവേഷമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ബാല്യവിജയത്തിൽ നാരദനും എൻ്റെ രാവണനും. ആ ഒരു വേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിനു മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വേഷം ഞാൻ കണ്ടിരിക്കും, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ട് ഇത് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം രാവിലെ ഞാൻ പ്രാദേശിക വാർത്ത എപ്പോഴും വെക്കും ഒരിടത്തിൽ. ആ വാർത്ത വെച്ചിട്ടായിട്ട് പറയുന്നുണ്ട് സംഗീത നാടക അക്കാദമി അവാർഡ് കണ്ണൻ പാട്ടാളിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് റേഡിയോത്തിൽ കേട്ടു. 1988 കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് ശേഷം 2002 കേരള കലാമണ്ഡലം അവാർഡ് ലഭിക്കുന്നു. കഥകളിയെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളർത്തി കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ ഓർക്കുന്നത് ഓരോ കളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥകളിയുടെ മറ്റ് കലാകാരന്മാർക്ക്, പുറമേ നിന്ന് വന്ന കലാകാരന്മാർക്കൊക്കെ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നതൊക്കെ കാണുന്നുണ്ട്. അന്ന് കഥകളിക്ക് വേണ്ടിയിട്ട് പൈസ അവിടുത്തെ സംഘാടകർ കൊടുക്കുന്നത് അത്ര കൂടുതൽ കൊടുക്കുന്നില്ല. കാരണം അവർക്കും പരിമിതിയുണ്ട്. പക്ഷേ അത് തികയാതെ വരുമ്പോഴുണ്ടാകുന്ന വെപ്രാളങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് എൻ്റെ ഏട്ടനായിരുന്നു പലപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക. അതായത് ഒരു കളി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നു എന്നുള്ളതാണ്. എങ്കിലും കലയോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള അഭിനിവേശം കാരണം ഇത് ഭംഗിയായിട്ട് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ അരവത്ത് നാട്ടിൽ വന്ന് ജീവിതം തുടങ്ങിയതിന് ശേഷം ഒരു ചിട്ടയായ ജീവിതം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. മുതിയക്കാന്ന് പരമങ്ങാത്തെ വരുന്ന റോഡിൽ ഇപ്പോൾ ഉദുമ പഞ്ചായത്തിലതാണ്. ആ പഞ്ചായത്തിനെ കൊണ്ട് ആ പേര് മാറ്റി കണ്ണൻ പാട്ടാളി ആശാൻ സ്മാരക റോഡ് എന്നാക്കിയാൽ ആശാൻ്റെ പേര് എല്ലാ കാലത്തും നിലനിൽക്കാനും സ്മരിക്കാനും കഴിയും. ആ റോഡിൽ പോകുന്നവർക്ക്
എപ്പോഴും നെയിം ബോർഡ് കാണുമല്ലോ, ആശാൻ സ്മാരക റോഡ്. അപ്പോൾ ആശാൻ്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ് എന്നറിയാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. റോഡ് നിർമ്മിച്ചാൽ റോഡ് വേണ്ടി പണം കൊടുത്ത ആളെയും അതുപോലെയും ബന്ധപ്പെട്ടവരെയും പേരൊക്കെ അങ്ങനെ റോഡിലൊക്കെ കാണാം. MLA റോഡ്, ആ റോഡ് നാളെ പേര് റോഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സ്മാരക റോഡ് എപ്പോഴും. അങ്ങനെ പല റോഡുകൾ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ പേര് മാറ്റിയിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അങ്ങനെ പേര് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലെ നാട്ടിലെ മഹാന്മാരുടെ കലാകാരന്മാരുടെയൊക്കെ പേരിലാണ് ഇന്നത്തെ പല റോഡുകളും ഉള്ളത്. അപ്പോൾ ഈ റോഡ് ആശാൻ സ്മാരക റോഡ് ആക്കിയാൽ നമുക്ക് നാട്ടുകാർക്ക് അഭിമാനിക്കാൻ വകയില്ല ഒരു കാര്യമാണ്. അത് ബന്ധപ്പെട്ട ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാനും വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും. രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ വളരെ സ്നേഹമുള്ള ഒരാളായിട്ടാണ് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുറച്ചല്പം ലേറ്റായി കഴിഞ്ഞാൽ ചൂട്ട് കത്തിച്ച് മുതിയക്കാൽ വരെ വന്ന് കൂട്ടിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന അവസരമൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. റോഡിലേക്ക് കൂടി പോകുന്ന സമയത്ത് ശുഭ്ര വസ്ത്രധാരിയാണ്, ജുബയും മുണ്ടൊക്കെ എടുത്ത് ഒരു കാലം കൊടയും എടുത്തു പോകുന്ന ആളാണ്. റോഡിൽ കാണുന്ന എല്ലാ വേസ്റ്റും മാറ്റി കുട്ടികൾക്കൊക്കെ നടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡൊക്കെ ക്ലീൻ ആയി പോകണം എന്നുള്ളൊരു അർത്ഥത്തിൽ എപ്പോഴും റോഡ് ക്ലീൻ ചെയ്ത് വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മുള്ളോ മറ്റോ ഇതൊക്കെയുള്ള സമയത്ത്. ഈ കഥകളിയിൽ ഞങ്ങളുടെ മൂകാംബിക കഥകളി വിദ്യാലയം മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. മൂകാംബിക കഥകളി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. പ്രത്യേകിച്ചും ഒരു കലാക്ഷേത്രം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അത് പതുക്കെ അതിൽ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ പല വഴിയിലായി. പലരും പല പ്രോഗ്രാമുകളിലും വേഷം കെട്ടുകയും സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ യുവജനോത്സവത്തിലെ വേഷങ്ങൾ അന്നുണ്ടായിരുന്നത് ദുർഗ ഹൈസ്കൂളിലായിരുന്നു. അന്ന് ഉത്തരാസ്വയംവരത്തിലെ ഉത്തരൻ്റെ വേഷം, അരവിന്ദ മിഴിമാരെ തുടങ്ങുന്ന ആ ഭാഗം, അത് കിട്ടിയതായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ അച്ഛനും അതുപോലെ കുറുമാത്തൂർ മാധവനാശാനും കൂടിയിട്ടാണ് പഠിപ്പിച്ചത്. അതുകൂടാതെ രൗദ്രഭീമൻ്റെ ഒരു വേഷം ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ശിവാലമാഷും ആണ് അത് പഠിപ്പിച്ചത്. ശസ്ത്രാർത്ഥം ശക്രചൂനോ ഗതവതി ശകുനെ എന്ന് പറയുന്ന ഒരു ശ്ലോകം തുടങ്ങിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുകൂടാതെ എവിടെയോ ഉദുമയിൽ ഹനുമാൻ്റെ കൂടെ ഉള്ള ഭീമൻ കല്യാണ സമുദ്രത്തിൽ ആ ഒരു ഭാഗം അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. കൂടുതലും നമ്മൾക്ക് അത്തരത്തിലുള്ള എക്സ്പോഷർ കിട്ടിയില്ലെങ്കിലും കഥകളിയുടെയും പുരാണ കഥകളുടെയും ഭാവാഭിനയത്തിൻ്റെയൊക്കെ സാഹചര്യം, അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞ് തരികയുണ്ടായിട്ടുണ്ട്. അത് വലിയ ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരു 40 വർഷം മുമ്പ് പാലക്കുന്നിൽ നമ്മുടെ KVS കോരേട്ടൻ്റെ തുണിപ്പീടിയിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണൻപാട്ടാളെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തെ ഒരു പ്രത്യേക ഇത് എനിക്ക് തോന്നി. കാരണം ഈ പീടിയിൽ കയറിയെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ കോരേട്ടൻ പീടികയിലും മറുഭാഗത്ത് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഞാൻ പോയി കോരേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. പറഞ്ഞു കഥകളി നടനാണ്, കണ്ണൻപാട്ടാളിയാണ്, അരവത്താണ് വീട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം അന്ന് മുതൽ ബന്ധപ്പെട്ടു. ഒരു ബഹുമാന ഞങ്ങൾ തമ്മിൽ പരസ്പരം നിന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ നിരന്തരം ഇദ്ദേഹം പാലക്കുന്നിൽ വരും. ഞങ്ങൾ പാലക്കുന്നിൽ പോയി അദ്ദേഹം പരസ്പരം കണ്ടിട്ടേ പിരിയാറല്ലോ. ഒരുപാട് കഥകൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം വലിയൊരു കഥകളി നടനാണെന്നും മദ്രാശി സംസ്ഥാനത്തെ അടയാർ കലാക്ഷേത്രത്തിൽ അദ്ദേഹം സ്ഥിരം കഥകളി നടനായിരുന്നു എന്നും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഥകളി അവതരിപ്പിച്ചതായിട്ടും അറിയാൻ കഴിഞ്ഞു. അയാളുടെ അദ്ദേഹത്തിന് നിരന്തരം ഒന്നും പോയും. പിന്നെ അദ്ദേഹം താമസം പയ്യന്നൂരിൽ നിന്നും ഇവിടെ അരവത്ത് കുതിരക്കോട്ടെന്ന ദിക്കൽ താമസം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിച്ച് വളർന്നു വരുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു കഥകളി വിദ്യാലയം ആരംഭിക്കണമെന്ന് തോന്നലുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ബാലുവും ഒരു സഹോദരനും, പിന്നെ മധു പണിക്കർ സഹോദരനും, പിന്നെ ഒരു ഗോവിന്ദൻ, പിന്നെ സന്തോഷ് പനയാൽ, പിന്നെ അങ്ങനെ മറ്റ് കുറച്ച് ചെറുപ്പം, പിന്നെ PVK പനയാൽ മാഷ മകൻ, ഇവരൊക്കെ കഥകളി അഭ്യസിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും കഥകളി മൂകാംബിക വിദ്യാലയം എന്നൊരു വിദ്യാലയം അരവത്ത് സ്ഥാപിക്കുകയും
അവിടെ വെച്ചിട്ട് വർഷങ്ങളോളം പിന്നെ പഠനം നടത്തി ഒരു അരങ്ങേറ്റം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ടായി. ആ അരങ്ങേറ്റം അരവത്ത് വെച്ചിട്ടാണ് നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിനൊരു സ്വന്തമായൊരു കഥകളി പിന്നെ കോപ്പുകൾ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പ്രകാരം ഞാനും ആശാനും കൂടി പറശ്ശിനി വടപ്പുരയിൽ പോയി അവിടുത്തെ കഥകളി കോപ്പ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കാര്യം പറഞ്ഞപ്പോൾ അവർ പിന്നെ ഉള്ള കോപ്പൊക്കെ വളരെ പഴകി പോയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നിരാശയോടുകൂടി വന്നിട്ട് ഒരു അരങ്ങേറ്റം നടത്തുന്ന ആഗ്രഹത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിന് വേണ്ടി പിന്നെ കോപ്പ് കഥകളി സംഘത്തിൽ നിന്ന് തന്നെ ഉള്ളത് കൊണ്ടുവന്ന് വാടകയ്ക്ക് കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചു. അതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്റ്റേജ് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടുത്തെ നമ്മളെ അമ്പല കമ്മിറ്റി ഭാരങ്ങളൊക്കെ സംസാരിച്ച് അവർ ഒരു പൂരോത്സവ വേളയിൽ ഒരു രാത്രി പിന്നെ കഥകളി അവതരിപ്പിച്ചു. അതിൽ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മളെ കാനാക്കണ്ണനാശാൻ, പിന്നെ കയറളം കുഞ്ഞിരാമൻ നായർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ തുടങ്ങിയ മുതിർന്ന നടന്മാരും, അതേപോലെ തന്നെ പയ്യന്നൂർ കഥകളി സെറ്റിലെ ഭാഗവതർ ഒരു നാരായണ നമ്പീശൻ, അതായിരുന്നു പിന്നെ പാട്ടുകാരൻ. പിന്നെ മദ്ദളം ചെണ്ട, അവരെ പേര് ഓർക്കുന്നില്ല. അങ്ങനെ ഗംഭീരമായ ഒരു കഥകളി അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് 1983 തൃക്കണ്ണാട് ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി നിർമ്മാണ വേളയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബ്രഹ്മകലശം, ആ കലശ ഉത്സവത്തിൻ്റെ ഇടയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കേണ്ടായി. അതിലൊന്ന് കഥകളി, മലയാള കഥകളി. പിന്നെ കർണാടക യക്ഷഗാനം ഉണ്ടായിരുന്നു. ആ മലയാള കഥകളിയും അവതരിപ്പിച്ചത് ആശാൻ കണ്ണൻപാട്ടാളിയുടെ പിന്നെ നേതൃത്വത്തിലായിരുന്നു. ഓരോ കുട്ടികളായി നിന്നുന്ന വേഷങ്ങൾ തരംതിരിച്ചിട്ട് കാണിക്കാറ്. അതിൽ ചോന്നതാടിക്ക് പറ്റുന്ന ആൾ ഇത്, പിന്നെ സ്ത്രീവേഷത്തിന് പറ്റുന്ന, അല്ലാതെ ആദ്യാവസാനം മറ്റ് ദുശ്വാസനം അതായത് ചോന്നതാടി എന്ന് പറയുന്നത് ദുശ്വാസനം എന്ന് അങ്ങനെയുള്ള വേഷങ്ങളാണ്. പിന്നെ ദുര്യോധനൻ, മറ്റുള്ള ഒരുപാട് കത്തിവേഷങ്ങൾ ഉണ്ട്. അതിന് അങ്ങനെ ഓരോന്നിനെയും അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ആളെ നിശ്ചയിക്കും. അതല്ല ആശാന്മാരെ ഇതാണ് മൂപ്പർക്ക് കിട്ടിയ ഇത് ഈ ചോന്നതാടിയാണ്. അതിൽ അഗ്രഗണ്യനായിരുന്നു ചോന്നതാടി. നരകാസുരവധത്തിൽ നക്രതുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു വേഷം. ദേവേന്ദ്രൻ്റെ മകനായ ജയന്തൻ ഇങ്ങനെ ഇരിക്കുന്ന അവസരം ഇവനെ കണ്ട് മോഹിച്ചിട്ട് ഈ നക്രതുണ്ണി മോഹിനി വേഷം എടുക്കുകയും, മോഹിനി വേഷം എടുത്തിട്ട് ഇവൻ എങ്ങനെയും ഇതിലേക്ക് വശംവദരാവാതിരിക്കാൻ ആവുന്നില്ല. ഇവളെ ആ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ ഇവള് പൂർണ്ണ രൂപം എടുക്കുക. ആ നക്രതുണ്ണി 3 ഇതിലായിട്ടാണ് വരില്ല. ആ നക്രതുണ്ണി ഇവള് എന്തായാലും എന്നെ വിടൂല, ഇവൻ ചെറുപ്പക്കാരനാണ്, ഓനെ വിടൂല എന്നില്ല തോന്നിച്ചോൻ വന്നപ്പോൾ ഓൻ്റെ ഉടവാളെടുത്തിട്ട് മൂക്കും മൂലയും ഛേദിക്കുക. ആ ഛേദിച്ച കുടലുമാലകളെല്ലാം ഇങ്ങനെ അതിന് നിണമെന്നാ പറയാ. സാധാരണ നിണമെന്ന് പറഞ്ഞാൽ ചോരയാണ്, ഇത് നിണമെന്നാ പറയാ. ഈ കുടലുമാലകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, മൂക്കിങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടാവും, രക്തം കട്ട പിടിച്ചത്. ആ വേഷത്തോടു കൂടിയിട്ട് നരകാസുരൻ്റെ മുമ്പിലേക്ക്, ഈ ഓഡിയൻസിൻ്റെ മുമ്പിൽ 2 ഭാഗം ഒഴിഞ്ഞു നിൽക്കാനെല്ലാം 2 ആൾ വന്ന് പറയും ഈ പ്രസന്ന വേഷം കിട്ടി. അതൊക്കെ ഒന്ന് കണ്ടുവെങ്കിൽ, പണ്ട് പറയാറുണ്ട് ഈ പ്രസവിക്കാനായ സ്ത്രീകളൊന്നും ഇത് കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പ്രസവിച്ചു അത്ര ഭീകരമായിട്ടാണ്. ഒരു മിന്നൽ പിണർ കൊണ്ട് ആകാശത്തെ തിളക്കി കാണിക്കുന്ന അപൂർവ സിദ്ധിയുള്ള കഥകളി ആചാര്യനായിരുന്നു നാട്യരത്നം കണ്ണൻ പാട്ടാളി ആശാൻ. ആശാൻ്റെ പേരിൽ, ആശാൻ്റെ സ്മരണയ്ക്കു വേണ്ടി സ്ഥാപിതമായ കഥകളി ട്രസ്റ്റിൻ്റെ തുടക്കം മുതലേ ഉള്ള ചെയർമാനായിരിക്കാനുള്ള സൗഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്.
കേരളത്തിൻ്റെ വടക്കേ അറ്റമായിട്ടുള്ള കാസർഗോഡ് തുളുനാടിൻ്റെ ഭാഗമാണ്. തുളുനാട്ടിലാണ് തെയ്യം കല ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തെയ്യത്തിൻ്റെ പേരിലാണ് കാസർഗോഡ് ജില്ല ഇന്ത്യയിലാകമാനം, ലോകത്താകമാനം അറിയപ്പെടുന്നത്. അങ്ങനെ തെയ്യത്തിൻ്റെ പ്രഭാവമുണ്ടായിരുന്ന ഒരു നാട്ടിലേക്ക് കഥകളിയെ ആനയിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കാസർഗോഡ് ജില്ലയിലും ധാരാളം പ്രഭു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കോടോത്ത് തറവാടും ചന്തേരമടിയൻ തറവാടും ഒക്കെ ഇതിലെടുത്തു പറയേണ്ടതാണ്. കഥകളിക്ക് പ്രോത്സാഹനം നൽകിയ തറവാടുകൾ എന്ന നിലയിൽ. പക്ഷെ ആശാനെ സംബന്ധിച്ചിടത്തോളം ഈ തറവാടുകളുമായിട്ടുള്ള ബന്ധമായിരുന്നില്ല കഥകളിയുമായി ഇടപെടുന്നതിന് കാരണമായി തീർന്നത്. ആശാൻ തീർത്തും ജനകീയനായിരുന്നു. ആഠ്യകലയായ ക്ലാസിക് കലയായ കഥകളിയെ ജനകീയവൽക്കരിച്ചു എന്നുള്ളതാണ് കേരളീയ സാഹിത്യ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ കലാചരിത്രത്തിൽ, വടക്കേ മലബാറിൻ്റെ ചരിത്രത്തിൽ ആശാനുള്ള പ്രഥിതമായിട്ടുള്ള സ്ഥാനം. തച്ചങ്ങാട് സ്കൂളിലെ വീണ് കിട്ടുന്ന ഒഴിവ് ദിവസങ്ങളിലെ പഠനം അത് കഥകളിക്ക് യോജിച്ചതല്ല എന്ന് ആശാൻ പറയുകയും പിന്നീട് അത് ആശാൻ്റെ കുതിരക്കോടുള്ള വീട്ടിലേക്ക് മാറ്റി ശനി ഞായർ ദിവസങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഒഴിവ് ദിവസങ്ങളിൽ ആശാൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു പഠനം. പിന്നീട് ആശാൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ചെറിയൊരു ഷെഡ്, അതിൽ നല്ലൊരു പേരും ആശാൻ മൂകാംബിക ദേവിയുടെ ഉപാസകനായിരുന്നു, ദേവീഭക്തനായിരുന്നു. അതുകൊണ്ട് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിന് ആ മൂകാംബികയുടെ പേര് തന്നെ വേണം എന്നൊരു ദൃഢമായ വിശ്വാസത്തിൽ ശ്രീ മൂകാംബിക കഥകളി വിദ്യാലയം എന്ന പേരിട്ട് വളരെ പറ്റുന്ന രീതിയിൽ പഠനം മുമ്പിലോട്ട് കൊണ്ടുപോയി. പക്ഷെ പഠിക്കുന്ന കുട്ടികളെല്ലാം അന്നത്തെ ഈ അരവത്തുനാടിൻ്റെ ഒരു പൈതൃകം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ദരിദ്രന്മാരായിരുന്നു. മനസ്സുകൊണ്ട് സമ്പന്നന്മാരും കഴിവുകൊണ്ടും ജീവിതവൃത്തി കൊണ്ടും ദരിദ്രന്മാരായ അവർക്ക് ഇതിനെങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകണമെന്ന് അവരുടെ രക്ഷിതാക്കൾക്കോ അത് എൻ്റെ അച്ഛൻ മുതലായിട്ടുള്ള രക്ഷിതാക്കൾക്കൊന്നും പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ ആശാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആശാന് ഇന്നത്തെ കാലഘട്ടത്തിൽ നിശ്ചിതമായ ഒരു ഫീസ് കൊടുത്ത് ഒരു വിദ്യാർത്ഥി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് അന്നത്തെ ഒരു തലമുറക്ക് പറ്റാതെ പോയി. പക്ഷേ ഈ പട്ടിണിയും പരവട്ടങ്ങൾക്കിടയിലും ആശാൻ്റെ ഒരു ലക്ഷ്യം, അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ അരവത്ത് നാട്ടിലെ ആശാനെക്കുറിച്ച് പറയൽ ഈ ഉഴിച്ചൽ നടത്തുന്ന ഒരു ആശാൻ എന്ന രീതിയിലാണ്. കഥകളിയുടെ ആചാര്യൻ അല്ലെങ്കിൽ കഥകളിയുടെ ആശാൻ എന്നുള്ള രീതിയിൽ ആശാനെ അറിയപ്പെടാൻ ഈ നാട്ടിൽ പറ്റാതെ പോയി. അങ്ങനെ മാഷിൽ നിന്നിട്ടാണ് കഥകളി അഭ്യസിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാ കുട്ടികൾക്കും ആശാൻ്റെ ഒരു പഠനകാലത്ത് കഥകളിയുടെ ഒരു കൃത്യമായ രീതിയിലുള്ള കഥകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. അപ്പോൾ ലവണാസുരവധം, കുചാലവൃത്തം, ദുര്യോധനവധം, ഇങ്ങനെ 3 കഥയാണ് ആശാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ എല്ലാ ആചാര്യന്മാർക്കും നമ്മുടെ സമൂഹത്തിന് അറിയുന്ന രീതിയിൽ ഒരിക്കലും ഒരു അരങ്ങേറ്റ വേഷത്തിൽ ഒരു കത്തിവേഷം ചെയ്യാൻ ഒരു കുട്ടിക്കും ഒരു ഇടം കിട്ടാറില്ല. പക്ഷേ എനിക്ക് കിട്ടിയത്, എൻ്റെ ആശാൻ എനിക്ക് തന്നത് ദുര്യോധന വധത്തിൽ ദുര്യോധന എന്ന കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രം അന്ന് ദുര്യോധനായി ഞാൻ, അതിലത്തെ കൃഷ്ണനായി സന്തോഷ്, ധർമ്മപുത്രരായി പിന്നെ ഗോവിന്ദൻ, പാഞ്ചാലിയായി ദിനേശൻ, പിന്നെ ലവണാസുരവധത്തിൽ ലവനും കുശനായി എൻ്റെ അനിയൻ വിനോദും, പിന്നെ മഠത്തിലെ മോഹനൻ, അങ്ങനെ ബാലകൃഷ്ണൻ കുചാലവൃത്തത്തിലെ കൃഷ്ണൻ, ഇങ്ങനെ അന്ന് ഞങ്ങൾ കഥകളി അഭ്യസിച്ചത്. ആ കഥകളി അഭ്യാസത്തോടു കൂടി ഒരുപാട് വേദികൾ നമ്മൾക്ക് കിട്ടി. പക്ഷേ അപ്പോഴും ആശാൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ഒരു കഥകളി വിദ്യാലയവും തനിക്ക് തൻ്റെ ഒരു പിൻഗാമികളായി കുറച്ച് ശിഷ്യന്മാരും, അതിലുപരി നമ്മുടെ അരവത്തെ ഇല്ലത്തിൽ കഥകളി കോപ്പുണ്ടായിരുന്നു.
അപ്പോൾ പഴയ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഇല്ലങ്ങളിലും ഈ കഥകളി ഒഴിച്ചുകൂടാൻ കഴിയാത്ത പ്രൗഢിയായ ഒരു കലയായിരുന്നു. പിന്നീട് എപ്പോഴോ അത് ശുഷ്കിച്ചു പോയി. അപ്പോൾ അന്ന് ഈ അരവത്തെ ഇല്ലത്തുണ്ടായ കഥകളിക്കോപ്പ് ആശാനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ തന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടുന്നുള്ള വിശ്വാസം. പക്ഷെ പലതരത്തിലും ആ ഒരു കാലഘട്ടത്തിൽ ആശാന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്കത് കിട്ടാതെ പോയൊരു നിരാശ ആശാൻ്റെ ജീവിതത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു. വാഴുന്നവരുടെ ഇല്ലത്ത് കഥകളി സംഘമുണ്ടായിരുന്നു. കുളത്തിനരികിലാണ് പരിശീലനത്തിലുള്ള നെടുമ്പുര. നെടുമ്പുരയിൽ നിന്ന് ഇറങ്ങുന്നത് കുളപ്പുരയിലേക്ക്, കുളപ്പുരയിൽ നിന്ന് കുളത്തിലേക്ക്. ഗുരു ചന്തുപ്പണിക്കരും അച്ഛനുമായിരുന്നു ആശാന്മാർ. വാഴുന്നവർ നാടൊതുങ്ങിയത് കഥകളി സംഘത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. പാട്ടം വരവ് നിന്നതോടെ പത്തായക്കുരയിൽ എലികളായി താമസം. കർക്കിടകക്കഞ്ഞി വിതരണം നിന്നു. ഊട്ടുപുരയിൽ ആളനക്കം ഇല്ലാതായി. കഥകളിക്കോപ്പുകൾ മൈസൂർ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി. കൃഷ്ണകിരീടവും വാദ്യോപകരണങ്ങളും തൃപ്പൂണിത്തുറ കഥകളി യോഗത്തിന് കൈമാറി. കൃഷ്ണകിരീടത്തിന് മേൽ അച്ഛനൊരു കണ്ണുണ്ടായിരുന്നു. കുറേ തവണ അതിനുവേണ്ടി വാഴുന്നവർ മുഖം കാണിച്ചു. ഈ പ്രായത്തിൽ നിനക്ക് എന്തിനാ കണ്ണായി? കൃഷ്ണമുടിയും കുചേരന്റെ താടിയും മുടിയും പോലെ എന്ന് വാഴുന്നവർ കരുതാൻ പറഞ്ഞു. കാറിൽ വന്നവർ കൃഷ്ണകിരീടവും കൊണ്ട് തിരിച്ചു പോകുന്നത് കണ്ട് അച്ഛൻ പൊട്ടിക്കരഞ്ഞതായി കാര്യസ്ഥൻ വീട്ടിൽ വന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. നെടുമ്പുരയിലെ എണ്ണപ്പാത്തികൾ പക്ഷേ ആർക്കും കൈമാറിയില്ല. ആ എണ്ണപ്പാത്തികൾ കിടത്തിയാണ് അഭിമന്യുവിനെ ചവിട്ടി തടവിയത്. അവന്റെ അച്ഛൻ കൊടുത്തയച്ച കത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കഥയിലേക്ക് അറിയാതെ നമ്മൾ എഴുതുന്ന കഥയിലേക്ക് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മളെ ഒരു വ്യക്തിപരമായ ജീവിതത്തെ മാത്രമല്ല, നമ്മളെ സർഗാത്മകമായ ജീവിതത്തെ കൂടി സ്വാധീനിക്കും വിധം ഈ പാട്ടാളിയുടെ ഒരു ജീവിത മാതൃക നമ്മൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മൂകാംബിക കഥകളി വിദ്യാലയം അരവത്ത് കേന്ദ്രീകരിച്ച് വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ സൗകര്യമാണ്. PVK പനയാൽ മാഷും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരുടെയും സഹകരണത്തോടു കൂടി തുടങ്ങിയാണ്. 10-14 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒരു പരമ്പരാഗത രീതിയിൽ കഥകളി പഠിപ്പിക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. നമ്മൾ ഇന്ന് കാണുന്ന സ്കൂൾ യുവജനോത്സവങ്ങളിലേക്ക് പെട്ടെന്ന് കഥകളി പഠിപ്പിക്കുക എന്നതിനപ്പുറം ആ പരമ്പരാഗതമായ ശൈലിയിൽ ചവിട്ടി ഒഴിച്ചിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മെയ് വഴക്കത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ചവിട്ടി ഒഴിച്ചിൽ. അപ്പോൾ ഒരു പ്രത്യേകതരം കുഴമ്പ് കൂട്ടുണ്ട്. ഒരു 10-22 ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കുഴമ്പ്. അത് ഉപയോഗിച്ചുകൊണ്ട് രാവിലെ 4 മണിക്ക് ചവിട്ടി ഒഴിച്ചിലും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്രത്യേക മരുന്ന് ഭക്ഷണവും കൊടുക്കുന്നൊരു ശീലം. കർക്കിടക മാസത്തിലാണ് ഈ ചവിട്ടി ഒഴിച്ചിൽ ഉണ്ടാവുക. ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളെയും ചവിട്ടി ഒഴിച്ചിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയ് വഴക്കം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരമ്പരാഗത ശൈലി കഥകളി പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. കഥകളി വിദ്യാലയം അങ്ങനെ മുന്നോട്ട് പോയി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മൂലം വിദ്യാലയത്തിന് കുറേ നാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. 2003 ഈ കഥകളിയിലെ കല്ലടിക്കോടൻ ശൈലിയും മറ്റ് ചിട്ടകളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തണമെന്നുള്ള ആഗ്രഹം പണ്ടുമുതൽക്കേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സാഹചര്യം വന്നത് 2003 അന്നത്തെ ഉദുമ MLA KV കുഞ്ഞിരാമേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതി ഉണ്ടാക്കുകയും അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള കഥകളി കലാകാരന്മാരും മറ്റുള്ളവരും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ഷാജിയൻ കരുൺ സാർ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരൊക്കെ ആ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ പാലക്കുന്ന് സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വർക്ക്ഷോപ്പിൽ സംഘടിപ്പിച്ചു. അതിൽ കലാമണ്ഡലത്തിൽ നിന്നും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനും സദനം ബാലകൃഷ്ണ ആശാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഈ 3 ചിട്ടയും ഒരു താരതമ്യ പഠനമായിരുന്നു. അത് വലിയൊരു ഡോക്യുമെൻ്റായിട്ട് മാറ്റാനായി ഈ ടീമിന് സാധിച്ചിട്ടുണ്ട്. അന്ന് നാരദൻ്റെ വേഷമായിരുന്നു അച്ഛൻ അണിഞ്ഞിരുന്നത്. ആരോഗ്യം അത്ര സാധിക്കാത്തതുകൊണ്ട് അതായിരുന്നു ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള വേഷം. അന്നത്തെ ആ ഒരു ഡോക്യുമെൻറ്റേഷൻ പല രീതിയിലും ഗവേഷകർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. കഥകളിയുടെ കല്ലടിക്കോടൻ ചിട്ട ഗുരു ചന്തുപ്പണിക്കർ ആശാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തലമുറയ്ക്ക് അന്ന് ചന്തുപ്പണിക്കർ, ചിണ്ടപ്പണിക്കർ, അമ്പുപ്പണിക്കർ എന്ന് 3 പണിക്കർ ത്രയങ്ങളുടെ ഭാഗമായി അവരുടെ ശിഷ്യന്മാരായിട്ട് 3 കണ്ണന്മാരാണ്
കാനാകണ്ണൻ, സ്വാമിക്കണ്ണമാരാർ, പാട്ടാളിക്കണ്ണൻ ആശാൻ, ഇങ്ങനെ 3 കണ്ണന്മാരും. അതാണ് അതിൻ്റെ ഒരു പാരമ്പര്യം. അങ്ങനെ ഒരു കല്ലടിക്കോടൻ ചിട്ട തുടർന്ന് വന്ന ആൾ എന്നുള്ള നിലയിൽ അവരുടെ കയ്യിലുള്ള സംഗതികളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. 2003 വർക്ക്ഷോപ്പോട് കൂടി പിന്നീട് അച്ഛൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷം ഇന്ന് കഥകളി ട്രസ്റ്റിൻ്റെ രീതിയിൽ ഈ ഭാഗത്ത് കഥകളിയും അനുബന്ധ കലകളെയും പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള എഫേർട്ട് എടുത്തു വരുന്നു. ആകസ്മികമായിട്ട് 2010 ആശാൻ നമ്മളോട് വിട പറയുന്നു. 2012 ആശാൻ അവിടെ അടുത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ ചേർന്ന് നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആശാൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ പ്രസക്തമായിട്ടുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ ഞങ്ങൾ നിരവധി നടത്തി. വലിയ അക്കാദമിക് മൂല്യമുള്ള ദൃശ്യം എന്നുള്ള പേരിൽ ഒരു ജേണൽ തുടങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആശാൻ്റെ പേരിൽ 2014 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാൻ തൊട്ട് ഇങ്ങോട്ടേക്ക് ഗോപി ആശാൻ വരെ നിരവധി കഥകളി ആചാര്യന്മാർക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. Thank you.